നമ്മുടെ മസ്തിഷ്കത്തിന്റെ പൂർണ്ണ വളർച്ച സംഭവിക്കുന്നത് 25 വയസ്സോടെയാണ്. ഈ വളരുന്ന തലച്ചോറിന്റെ മുകളിലുള്ള ലഹരിയുടെ പ്രഭാവം വളരെ വലുതാണ്. ഈ ലഹരിയോടുള്ള ആസക്തി കാണിക്കുന്ന കുട്ടികളെ സൂചനകളിൽ നിന്ന് മാത്രം തിരിച്ചറിയുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് പുതുതലമുറയിലുള്ള ലഹരികളൊക്കെ ഗന്ധം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും സൂചനകൾ കൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ ലഹരിക്കൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് നല്ല ഊർജ്ജസ്വലരായി കളിച്ച് ചിരിച്ച് നടന്നുകൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് അകാരണമായിട്ടുള്ള ക്ഷീണം കാണിക്കുക, വിശപ്പില്ലാതെ വരിക, സദാസമയം ഉറങ്ങുക അല്ലെങ്കിൽ ഉറക്കം ഇല്ലാതിരിക്കുക, കാഴ്ചയിൽ കണ്ണുകളിലുള്ള ചുവപ്പ് അല്ലെങ്കിൽ നനഞ്ഞിരിക്കുന്ന കണ്ണുകൾ, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, ശബ്ദത്തിലുള്ള ഇടർച്ച, ഇവര് മുതിർന്ന ആളുകളുമായിട്ട് അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു സൗഹാർദ്ദം, അറിയാത്ത ആളുകൾ അപരിചിതരോട്, പിന്നെ ഈ കുട്ടികൾ അകാരണമായിട്ട് ദേഷ്യപ്പെടുക, വൈകാരികമായിട്ട് സംസാരിക്കുക, മുറി അടച്ചിരിക്കുക, പ്രൈവസിക്ക് വേണ്ടി അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക ഡിമാൻഡ്. നമ്മൾ അവരുടെ മുറിയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അസ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് മടക്കിയ നോട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ, വർണ്ണക്കടലാസുകൾ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകൾ, അതൊക്കെ കാണുക. അപ്പോൾ ഇതൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന് സൂചനകളാവാം. അങ്ങനെ എന്തെങ്കിലും കണ്ടുപെടുകയാണെങ്കിൽ അവരോടത്ത് സത്യസന്ധമായിട്ടുള്ള ഒരു തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുക. അവർക്ക് പ്രതിരോധത്തിലാവുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീനിങ് കിറ്റൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള, നിങ്ങൾ അവഗണിക്കുകയോ അല്ലെങ്കിൽ ഉപദേശിച്ച് വിടുകയോ ചെയ്യാതെ അടുത്തുള്ള വൈദ്യസഹായം തേടാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ കുട്ടികൾ ആരെയൊക്കെ കാണുന്നു, അവരുടെ കൂട്ടുകാരൊക്കെ ആരൊക്കെയാണ്, അവരെങ്ങനെ സമയം ചെലവാക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നല്ലൊരു കേൾവിക്കാരാവുക. അതിനേക്കാൾ ഉപരി ഒരു നല്ല മാതൃക കാണിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവുക.